അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ നമ്മൾക്കും സുഖാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷം കേട്ടോ. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടോക്കി. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഇന്ന് ഇത് അത്യാവശ്യം നല്ല നേരത്തെ തന്നെ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ദോശമാവൊക്കെ രാത്രി ഞാൻ റെഡിയാക്കിയിന് കേട്ടോ. അപ്പോൾ ഇന്ന് ദോശയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതാ രാവിലെ തന്നെ അടുപ്പൊക്കെ കത്തിച്ച് അടുപ്പത്താണ് കേട്ടോ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. രാവിലെ തന്നെ അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ നല്ല സുഖമാണ് കേട്ടോ, പണികളൊക്കെ പെട്ടെന്ന് തീരും. അപ്പോൾ ഞാൻ വേഗം അപ്പൊക്കെ ചുട്ടെടുക്കട്ടെ. പിന്നെ ഇതിക്ക് കറി ഉണ്ടാക്കുന്നത് ചട്നിയാണ് കേട്ടോ. ചട്നി പെട്ടെന്നുണ്ടല്ലോ റെഡിയാക്കി എടുക്കാൻ. പിന്നെ ദോശമാവും ഇഡ്ഡലിമാവൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ രാവിലത്തെ ടെൻഷന് കുറേ ഒഴിവായി കിട്ടൂലേ. പെട്ടെന്ന് നമുക്ക് ദോശ ചുട്ടെടുക്കുക, ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി ചുട്ടെടുക്കുക. പിന്നെ അരിയൊക്കെ അരച്ച് മാവ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടൈമൊക്കെ എടുക്കും. പ്രത്യേകിച്ച് ജോലിക്ക് പോണ വീട്ടമ്മമാരുടെ ഒരു തിരക്ക് രാവിലത്തേത് പറയേണ്ടി വരില്ല അല്ലേ. ജോലിക്ക് പോവാതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് തന്നെ നല്ല തിരക്കേക്കാരൻ രാവിലെ. അപ്പോൾ ജോലിക്ക് പോണവരിതാവുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, അവർക്ക് വീട്ടിലുള്ള ജോലികൾ തീർക്കലും അതേപോലെ തന്നെ കുക്കിംഗ് തീർക്കലും മക്കളെ പറഞ്ഞയക്കലും ഒക്കെ ആയിട്ട് തിരക്കേക്കാരം. പക്ഷെ ആ തിരക്കിലും നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ. നമ്മളെ ആവശ്യത്തിന് നമുക്ക് ആരെ മുന്നിലും കൈ നീട്ടേണ്ട നമുക്കൊരു ജോലി ഉണ്ടാവുമ്പോൾ. അപ്പോൾ ദോശ ചൂടിനതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ടേനും തേങ്ങയും പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയൊക്കെ അരച്ചിട്ട് ഒരു ബൗളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിൻ്റെലൊക്കെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത് ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഞാൻ കുറച്ച് മുന്നൊരു വീഡിയോയിൽ ഒരു പ്രസവരക്ഷാലേഹത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാനത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു പ്രസവരക്ഷാ ലേഹ്യം ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ സ്ത്രീകളിൽ പലർക്കും പ്രസവശേഷം കണ്ടുവരുന്ന നടുവേദന, കാലുവേദന, ക്ഷീണം, രക്തക്കുറവ്, മുലപ്പാലില്ലായ്മ അതിനെല്ലാം പരിഹാരമാണ് ഈ ഒരു പ്രസവരക്ഷാ ലേഹ്യം. ഞാനിതൊരു ബോട്ടിൽ ഉപയോഗിച്ച് എൻ്റെ നടുവേദനയ്ക്ക് നല്ല മാറ്റം വന്നു. അങ്ങനെ ഞാൻ രണ്ടാമത്തെ ബോട്ടിൽ ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ലതാണ് കേട്ടോ. 18ഓളം പച്ചമരുന്ന് ഉപയോഗിച്ച് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്ന ഒരു ലേഹ്യമാണിത്. പിന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു ലേഹ്യം. ഇപ്പോൾ അധികം ആളുകളിലും കണ്ടുവരുന്ന PCOD, തൈറോയിഡ് എന്നിവയൊക്കെ ഉണ്ടല്ലോ, ശരിക്കും നമ്മുടെ ഹെൽത്തൊക്കെ ശ്രദ്ധിക്കാതെ വരുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. മാത്രമല്ല ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ഡയറ്റ് അല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മരുന്ന് കഴിച്ചാൽ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തമ പരിഹാരമാണ്. പിന്നെ ഈ മരുന്ന് വാങ്ങി ഉപയോഗിച്ചവരെല്ലാം വീണ്ടും വീണ്ടും വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. വിദേശത്തുള്ള ആളുകളൊക്കെ ഈ ഒരു മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്നതായതുകൊണ്ട് യാതൊരുവിധ കെമിക്കലും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ യാതൊരുവിധ സൈഡ് എഫക്റ്റും വരില്ല കേട്ടോ. പിന്നെ ഇവർ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാം. പിന്നെ ഈ മരുന്നിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. പിന്നെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ടേനല്ലോ. അപ്പോൾ ചെടികളൊക്കെ ഇപ്പോൾ പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക. പിന്നെ മുറ്റടിച്ചു വാരണം, അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് ചെടികളുള്ളൂ കേട്ടോ നമ്മളടുത്ത്. ചെടികളൊക്കെ അതിൻ്റെ മുന്നേ ഒക്കെ ഉണ്ടേനി ഇഷ്ടംപോലെ. പൂക്കളൊക്കെ ഉള്ള ചെടികളൊക്കെ ഉണ്ടേനി. എനിക്കിങ്ങനെ ഇങ്ങനത്തെ ചെടികളെക്കാട്ടിലും ഇഷ്ടം പൂക്കളുള്ള ചെടികളാണ് കേട്ടോ. ഈ പോപ്പി ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ വെള്ള കളറ്, അതുപോലെ റോസ്, മഞ്ഞ, അങ്ങനെ പല കളറിലുള്ള പൂക്കൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ അങ്ങനത്തെ ചെടികളൊക്കെ നമുക്ക് ഉണ്ടാക്കണം. ഇപ്പോൾ ഉള്ളതൊക്കെ നമുക്ക് നനച്ചു കൊടുക്കാം അല്ലേ. അപ്പോൾ എന്തായാലും ചെടികളൊക്കെ നനച്ചു കൊടുത്തു. പിന്നെ വേഗം ചൂലൊക്കെ എടുത്ത് മുറ്റൊക്കെ അടിച്ചു വാരാണ്. നമ്മളെ കിച്ചൺ താഴെ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആക്കിയിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് മേലേക്ക് കയറൽ. പിന്നെ കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാനൊക്കെ നേരം വൈകും അല്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മുറ്റടിച്ച് വാരലൊന്നും നടക്കില്ല. അപ്പോൾ കിച്ചണിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ടാണ് മുറ്റടിച്ച് വാരാൻ വരൽ. പിന്നെ നമ്മളെ മുറ്റത്ത് അങ്ങനെ അധികം കച്ചറകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇലകളൊന്നും അങ്ങനെ ചാടാനൊന്നും ഇല്ലാത്തതുകൊണ്ട് വല്ലാതെ കച്ചറകളൊന്നും ഉണ്ടാവില്ല. ഇവിടെ 2-3 ചെടികളുണ്ട് കേട്ടോ. അതുമ്പോൾ ഇഷ്ടംപോലെ പൂക്കളുണ്ട്. പൂക്കൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലേ. പിന്നെ പൂമ്പാറ്റകളൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നതൊക്കെ കാണാൻ.
രാവിലെ നല്ല എനർജിയോട് കൂടിയിട്ട് പണികളൊക്കെ ചെയ്യാനുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ ഞാൻ. രാവിലെ നമ്മൾ കിടക്കപ്പായിന്ന് എണീക്കുമ്പം തന്നെ നല്ല മനസ്സോട് കൂടിയിട്ട് ഇന്നിൻ്റെ പണികളൊക്കെ എനിക്ക് പെട്ടെന്ന് തീർക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണ പോലെ തന്നെ നമ്മളെ പണികളൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും നമ്മളെ മനസ്സിൽ നല്ലൊരു നിയ്യത്ത് ഉണ്ടാവണം. അപ്പോൾ ഞാനിതാ മുറ്റൊക്കെ അടിച്ചു വാരി വന്ന് പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിന് ഫ്രിഡ്ജിൽ, അത് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതൊന്ന് കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറിയാണ് കേട്ടോ ഒന്ന് ഉച്ചക്ക് ലഞ്ചിന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്കുള്ള സവാളയൊക്കെ വേഗം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ കറി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറിയൊന്നും അല്ല. നമ്മൾ സവാളയും തക്കാളിയൊക്കെ വാട്ടിയെടുത്തിട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ കറിയില്ലേ, അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഒരു സാധനത്തുമ്പിൽ സവാള അരിഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് സവാള അരിയുന്ന പരിപാടി കഴിയും. കത്തിയോണ്ട് അരിഞ്ഞെടുക്കുന്ന പോലെയല്ല, നല്ല കനം കുറഞ്ഞ് കിട്ടും. അങ്ങനെ സവാളയൊക്കെ ഞാൻ വേഗം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ സ്റ്റീലിൻ്റെ കടായൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സവാളയൊക്കെ വേഗം വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ ചോറൊക്കെ വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് വെക്കണതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. എപ്പോഴും ചോറ് ഉണ്ടാക്കണതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കൂലേ, അത് വിചാരിച്ചിട്ട് അങ്ങനെ കാണിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ ആ ഒരു അടുപ്പത്ത് തന്നെ വേഗം ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേന്. അങ്ങനെ ചോറ് ഊറ്റലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വേഗം ചിക്കൻ കറിയും കൂടെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ സവാളയൊക്കെ അത് അവിടെ വാട്ടാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടേന്. സവാളയൊക്കെ വാടി വന്നപ്പം അതിക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്താണ്ട് അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് വാടി വരട്ടെ. എന്നിട്ട് നമുക്ക് അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു സമയം വെറുതെ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഫ്രിഡ്ജിൽ 2-3 കയ്പ്പങ്ങ ഉണ്ടായിന് കേട്ടോ. ഇത് ഞാൻ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതേനി. അപ്പോൾ അത് അച്ചാറിടാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ഇത് വാടിയിട്ടൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ദിവസമായല്ലോ കൊണ്ടുവന്നിട്ട്. പിന്നെ ഈ വീഡിയോ 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. കയ്പ്പങ്ങ അച്ചാർ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ട് അതിൻ്റെ റെസിപ്പി കാണിക്കൊണ്ടിത്താന്ന് ചില കൂട്ടുകാരൊക്കെ പറയലുണ്ട് കമൻറ്റിലൂടെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ സവാളയൊക്കെ അത്യാവശ്യം നല്ലോണം വാടി വന്നിട്ടുണ്ട്. അതേപോലെ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയൊക്കെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. ഒക്കെ കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ചിക്കനിൽ കുറച്ച് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. ഇവിടെ ചിക്കനിൽ മസാലയൊന്നും തേക്കാതെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ കറി ഒരു വെളുത്ത് നിൽക്കണ പോലെ ഉണ്ടാവും കേട്ടോ. ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും അതേപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്താണ്ട് കുറച്ച് നേരം ഒന്ന് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടേന്. പിന്നെ അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ചിക്കനിൽ തന്നെ വെള്ളമൊക്കെ അത്യാവശ്യം പൊടിഞ്ഞ് വരുമല്ലോ, അതുകൊണ്ട് പിന്നെ കുറച്ച് വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ചിക്കനൊക്കെ വെന്ത് വരട്ടെ. അപ്പോൾ തന്നെ നമുക്ക് ഈ കയ്പ്പങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കുക അച്ചാറിടാൻ വേണ്ടിയിട്ട്. പിന്നെ ചില ആൾക്കാർ ഈ കയ്പ്പങ്ങ കുക്ക് ചെയ്യുമ്പോൾ കയ്പ്പങ്ങ ആദ്യം ഒന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം കളയും, അതിൻ്റെ കയ്പ്പ് കളയാൻ വേണ്ടിയിട്ട്. നമ്മളവിടെ തന്നെ നമ്മളെ ഉപ്പാക്കൊന്നും പറ്റൂല കേട്ടോ. ഇങ്ങനെ പിന്നെ കയ്പ്പങ്ങ തിളപ്പിച്ചൂറ്റാതെ വെച്ചാൽ ഉപ്പാക്ക് പറ്റൂല. ഇപ്പോൾ പറയും തിളപ്പിച്ചൂറ്റിയിട്ട് അതിൻ്റെ കയ്പ്പ് കളഞ്ഞിട്ട് വെച്ചാൽ മതി എന്ന് പറയും. പക്ഷെ അങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ സത്തൊക്കെ പോകൂലേ. ഉമ്മ പറയിട്ട് അങ്ങനെ തിളപ്പിച്ചൂറ്റി വെച്ചാൽ അതിൻ്റെ കയ്പ്പൊക്കെ പോകും എന്നൊക്കെ പറയും. എന്തായാലും നമ്മളവിടെ വെക്കുമ്പോൾ അങ്ങനെയാണ് വെക്കൽ. പക്ഷേ ഞാനങ്ങനെ തിളപ്പിച്ചൂറ്റി കളയലൊന്നുമില്ല കേട്ടോ. നമ്മളെ വീട്ടിൽ കയ്പ്പങ്ങ കൊണ്ടുവരലുമില്ല. കുട്ടികളും പാവൊന്നും കഴിക്കൂല കേട്ടോ, ഞാൻ തന്നെ ഇത് കഴിക്കൽ. അപ്പോൾ എന്തായാലും ഞാനിതാ ഇതിൻ്റെ ഉള്ളത്തെ കുരും കാര്യങ്ങളൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ടല്ലേ, അപ്പോൾ കുറച്ച് ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ ചിക്കൻ കറി ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി നോക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറിയിൽ ഇതാ വെള്ളമൊക്കെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കനും അത്യാവശ്യം വേവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റീലിൻ്റെ കടായി അടിപൊളിയാണ് കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനും അതേപോലെ ഇങ്ങനെ കടായി ഉണ്ടാക്കാനൊക്കെ അടിപൊളിയാണ്. ചൂട് നല്ലോണം നിലനിൽക്കും. അപ്പോൾ ചിക്കൻ കറിയൊക്കെ വെന്ത് വാങ്ങി വെച്ചു. പിന്നെ കയ്പ്പങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിക്ക് 2 പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കയ്പ്പങ്ങ അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്.
സാധാരണ എണ്ണയിലാണ് എല്ലാവരും അച്ചാറിടുക. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇടുന്നത്. എണ്ണ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പം അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുത്തു. പിന്നെ കടുക് ചേർത്ത് കൊടുത്തു. അങ്ങനെ ഉലുവയും കടുകൊക്കെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിനി കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നതാണ്. അപ്പോൾ ഉലുവയും കടുകൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയിൽ അച്ചാറിട്ട് കഴിഞ്ഞാൽ കുറേ ദിവസം സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല അല്ലേ. ഇങ്ങനെ വെളിച്ചെണ്ണയിലാവുമ്പോൾ കാറും എന്നൊക്കെ പറയും. അപ്പോൾ ഇത് കാറാനൊന്നും ഉണ്ടാവില്ല, കുറേ ദിവസത്തിനൊന്നും ഉണ്ടാവില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ അച്ചാറൊക്കെ തീരും. അപ്പോൾ കുറേ ദിവസം സ്റ്റോക്ക് ചെയ്ത് വെക്കാനാണെന്നൊക്കെ ഉണ്ടെങ്കിൽ എണ്ണ യൂസ് ചെയ്ത് വേണ്ടിയിട്ടോ. ഞാൻ അപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കുറച്ചൊരു ബ്രൗൺ കളറായി വന്നപ്പോൾ ഞാനിതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൻ്റെ ഇല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഇല ആദ്യം തന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേന് കറിവേപ്പിൻ്റെ ഇല ഇങ്ങനെ നല്ലോണം മുരിഞ്ഞ് ഒരു ഭംഗിയില്ലാത്ത കളറാവും. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് കേട്ടോ ആദ്യം ചേർക്കാഞ്ഞത്. പിന്നെ അതാ കുറച്ച് പൊടികളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അച്ചാറും പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അച്ചാറും പൊടി നമ്മൾ ചേർക്കുമ്പോൾ കായപ്പൊടി ചേർക്കണം എന്നൊന്നുമില്ല, അച്ചാറും പൊടി തന്നെ കായപ്പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ എണ്ണയിലിട്ട് നല്ലോണം ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം വേഗം നമ്മൾ അരിഞ്ഞു വെച്ച ആ കൈപ്പങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് സമയം മൂപ്പിച്ചെടുത്താൽ ആ പൊടികളൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ അച്ചാർ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതാ കൈപ്പങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ കൈപ്പങ്ങ. തീ ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലേനി, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അച്ചാറൊക്കെ പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുക അല്ലേ. നല്ല ടേസ്റ്റിൽ അച്ചാർ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ ഞാൻ കാണിച്ചെന്നുള്ളൂ കേട്ടോ. നമ്മളെ വീഡിയോയിൽ കൈപ്പങ്ങ അച്ചാർ ഞാനിങ്ങനെ പിന്നെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് ചില കൂട്ടുകാർ കമൻറ്റിലൂടെ ചോദിച്ചപ്പോൾ മാത്രമാണ് ഞാനിത് ഷെയർ ചെയ്തത്. കുറേ ദിവസമായിക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ 2-3 ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണെന്നുള്ളത്. ഇപ്പോൾ കൈപ്പങ്ങയൊക്കെ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ചും കൂടെ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കുറച്ച് ചേർത്തിന്, പക്ഷേ കായപ്പൊടിൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടണില്ല എന്ന് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ചേർക്കണ്ട കേട്ടോ, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് സുർക്കയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സുർക്ക ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കണമെന്നില്ല. സുർക്ക ചേർത്തിട്ട് പിന്നെ ഞാൻ ഒക്കെ കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതിന് കൈപ്പങ്ങ ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കൈപ്പങ്ങ അച്ചാറൊക്കെ ആയതുകൊണ്ട് സുർക്ക കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ കയ്പ്പൊന്നും ഇല്ലാതെ വെക്കണമെന്നുണ്ടെങ്കിൽ സുർക്കൻ്റെ പുളിയൊക്കെ ആകുമ്പോൾ നമുക്ക് കയ്പ്പും കാര്യങ്ങളൊന്നും വല്ലാതെ അറിയില്ല. അപ്പോൾ കുറച്ചധികം സുർക്കയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചൂടിൽ കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടാറിയിട്ടൊക്കെ ബോട്ടിലൊക്കെ ആക്കി വെക്കാം. അപ്പോൾ നമ്മൾ ചട്ടി നല്ല ചൂടാണ് കേട്ടോ. ഫ്ലെയിം ഓഫാക്കി കൊടുത്താലും അതിൽ കടന്നിട്ട് അങ്ങനെ തിളക്കും. പിന്നെ അതാ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ചിക്കൻ കറി ഇങ്ങനെ കാണുമ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ രാവിലത്തെ 2 ദോശ ഉണ്ടായിന് ഇവിടെ. അപ്പോൾ ഞാൻ ആ ദോശയൊക്കെ കൂട്ടിയിട്ട് കുറച്ച് ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചിക്കൻ കറിയും ദോശയൊക്കെ കഴിക്കാൻ. അപ്പോൾ ചിക്കൻ കറി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട് ഇന്നെപ്പോലെ ചിക്കൻ കറിയൊക്കെ കണ്ടാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നണമല്ലൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. ചോറിൻ്റെ കൂടെ ചിക്കൻ കറി കൂട്ടുന്നതിനെക്കാട്ടിലും ഇഷ്ടം ഇതേപോലെ അപ്പത്തേക്കോ അതല്ലാന്നുണ്ടെങ്കിൽ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ 2 ദോശയൊക്കെ എടുത്തിട്ട് കുറച്ച് ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി അങ്ങനെ ചിക്കൻ കറിയും ദോശയൊക്കെ ആസ്വദിച്ച് കഴിച്ചു. പിന്നെ ഇതാ നമ്മളെ കൈപ്പങ്ങ അച്ചാറും ഉപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു വേറൊരു പാത്രത്തേക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ചൂടാറിയിട്ട് നമുക്ക് ബോട്ടിലൊക്കെ ആക്കി വെക്കാം. അപ്പോൾ ഇത് കണ്ടപ്പോൾ കുറച്ച് ചോറും കൂട്ടി കഴിക്കാനും തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി കഴിച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അതൊക്കെ അടിച്ചു വാരി തുടക്കട്ടെ കേട്ടോ. നമ്മളെ കുക്കിങ്ങും പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്ലീനിങ്ങും കൂടെ ഒക്കെ ഉണ്ട്. വെറും ഫുഡടി മാത്രം നടന്നാൽ പോരല്ലോ, നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേറെ ആരും വരില്ല, നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.